സോ ഗൈസ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ആവാനുള്ള ഫോർത്ത് റീസൺ ആണ്. ഫോർത്ത് റീസൺ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. വാട്ട് ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇപ്പൊ എനിക്ക് ചായ ഇഷ്ടമാണ്. ചായക്ക് പകരം മാർക്കറ്റിൽ വേറെ എന്തുണ്ട്? ചായക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ട്? അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വേറെ എന്താ മാർക്കറ്റിൽ ഉള്ളത്? കോഫി. നമുക്ക് എല്ലാവരും പറയാം കോഫി അവിടെ ഉണ്ട്. ഇപ്പോ ചായയുടെ വില കുറയാണെന്ന് വിചാരിക്കാം. ചായയുടെ വില കുറയാണ്. അപ്പൊ അവിടെ ആർക്ക് ഡിമാൻഡ് കൂടും? ഇപ്പൊ ടീ 10 രൂപ, കോഫി 20 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ചായക്ക് 10 രൂപയും കോഫിക്ക് 20 രൂപയും. അപ്പൊ ഇവിടെ ആർക്ക് ഡിമാൻഡ് കൂടാം? നമ്മൾ എല്ലാവരും എന്തായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? ടീ ആയിരിക്കും അല്ലെ? ടീ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ചായ 10 രൂപയ്ക്കുള്ള ചായ ആയിരിക്കും നമ്മൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തിന് ഡിമാൻഡ് കൂടി? ചായക്ക് ഡിമാൻഡ് കൂടി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൊമോഡിറ്റിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് എതിരെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു പ്രൊഡക്റ്റിന്റെ വില കുറയുകയാണെങ്കിൽ ആ പ്രൈസ് കുറയുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുകയും കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്.